ഓരോ പ്രവാസികളും വിളിച്ചിട്ട് പറയണം, ബാക്കവി നിങ്ങളുടെ പ്രഭാഷണ വേദികളിലേക്ക് പോകുമ്പോ ഞങ്ങളെ കുറിച്ച് പറയണം. ഞങ്ങൾ പണം കാക്കുന്ന മരങ്ങളല്ല. ആ പ്രവാസ ലോകത്തെ തീഷ്ണമായ ചൂടിൽ അവിടുന്ന് കഷ്ടപ്പെട്ടുകൊണ്ട്, അവിടുന്ന് രോഗം വന്നാൽ പോലും അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകാതെ ഒരു റിയാല് കൊടുത്ത് പെണലോളോ അതുപോലെയുള്ള ഗുളികൾ വാങ്ങി കഴിച്ചുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന കാശ് നാട്ടിലേക്ക് മക്കൾക്കും ഭാര്യയ്ക്കും അവിടുന്ന് അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി അവിടുത്തെ സ്വന്തം ജീവിതം ഹോമിപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വേദന തിന്നുകൊണ്ട് കഴിയുന്ന പ്രവാസികൾ അവിടെ നിങ്ങോട്ട് അയച്ചു തരുന്ന ആ പൈസകൾ വാങ്ങിക്കൊണ്ട് ഇവിടെ അറമാദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തന്റെ കൂടെ, ഇന്നലെ കണ്ടവന്റെ കൂടെ ഒരു മിസ് കോളിന്റെ പേരിൽ പരിചയപ്പെട്ട, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട, വാട്സപ്പിൽ പരിചയപ്പെട്ട ഏതെങ്കിലും കണ്ട എംബോക്കികളോട് ഈ പാവപ്പെട്ടവൻ അയച്ചു തരുന്ന കാശും കൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ആരെങ്കിലും അവിടെ നിന്ന് പിടിച്ച് ഉപദേശിക്കുമ്പോ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന മുസ്ലിം ഉമ്മമാർ ഗതികെട്ടവരായി മാറിപ്പോകുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ എന്ന്. നന്ദികേട് കാണിക്കല്ലേ ഉമ്മ. ആ പാവങ്ങള് പ്രവാസ ലോകത്ത് സുഖിക്കല്ല, സന്തോഷിക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം.